ഹായ്, ഇപ്പോൾ ഞങ്ങളിവിടെ ഫോസ്ഫറസിൻ്റെ തീരത്താണ്, അതായത് ഇസ്താംബുൾ ഫോസ്ഫറസിൻ്റെ തീരത്താണ്. ഇവിടെ സൈഡിൽ ഇതുപോലെ കരിങ്കല്ലൊക്കെ കൂട്ടിയിട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സ്ഥലമാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫറോക്കിലാണ് ജനിച്ചതൊക്കെ. അപ്പോൾ നമ്മുടെ ഒരു പ്രത്യേക സ്ഥലമാണ്. ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ കൂടെ നമ്മുടെ കടലുണ്ടി കടവത്ത് പോയിരിക്കും. എന്നിട്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഏകദേശം ഇതുപോലെയാണ്. ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഞങ്ങൾ അവിടെ പോയിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ കുറിക്കാനുള്ള കുറച്ച് സാധനങ്ങളും കുറച്ച് എന്തെങ്കിലും ഡ്രിങ്ക്സും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ പോയിരുന്നിട്ട് രാത്രി ഒരു 12 മണി 1 മണി വരെ അവിടെ ഇരുന്ന് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഏകദേശം നമുക്ക് അതുപോലെ തോന്നുന്ന ഒരു സ്ഥലം. നല്ല ആ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണ ഒരു ഏരിയ ശരിക്കും ഇത്. ഇവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ലൈഫായിരുന്നു ചെറുപ്പത്തിൽ ഞങ്ങളെ. അങ്ങനത്തെ ഒരു രീതിയിൽ ജീവിച്ച. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്ന ആ കടലുണ്ടി കടവത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അപ്പുറത്ത് വേപ്പൂര് കാണും. ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ യൂറോപ്പിൽ നിന്ന് നോക്കുന്നത് ഏഷ്യയിലേക്കാണ്. അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട് ഇവിടെ. നമ്മളത് അപ്പുറത്ത് കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഏഷ്യ, ഒരു ഭൂഖണ്ഡത്തിൻ്റെ പക്കത്താണ് വന്നിരിക്കുന്നത്. നമ്മൾ അവിടെ നാട്ടിൽ കടലുണ്ടി കടവത്തിൽ ഇരുന്നിട്ട് നമ്മൾ ബേപ്പൂരേക്ക് നോക്കണ പോലെ നമ്മളിവിടെ ഒരു ഭൂഖണ്ഡത്തിൻ്റെ പക്കത്ത് ഇരുന്നിട്ട് വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് നോക്കുക. അങ്ങനത്തെ ഒരു പ്രത്യേകത. പിന്നെ ഈ കടലെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ തെളിഞ്ഞ കടലാണ്. കുറച്ച് ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ബ്ലൂ ആയിട്ടുള്ള കടലാണ്. നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ അടിഭാഗം കാണാം. കടലിൻ്റെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിലത്തുള്ള കല്ലുകളൊക്കെ കാണാം. അത്രയും ക്ലീൻ ആയിട്ടുള്ളൊരു ഇതാണ്. പിന്നെ നമ്മുടെ കടലുണ്ടി കടവത്ത് നമ്മൾ കാക്കകളെ കാണും. ഇവിടെ നമ്മൾ സീഗൾസിനെ കാണും. അങ്ങനെയൊക്കെ ഒരു പ്രത്യേക കുറച്ച് വ്യത്യാസവും സംഭവങ്ങളൊക്കെയുള്ള ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു സ്ഥലം. നല്ല രസം. ഇസ്താംബുൾ, ലാൻഡ് ഓഫ് ക്യാറ്റ്സ്. എവിടെ നോക്കിയാലും പൂച്ച, കടൽ തീരത്തും പൂച്ച. ഏത് ഹോട്ടലിൽ പോയാലും പൂച്ചനെ കിട്ടും, കടൽ തീരത്ത് പോയ പൂച്ചനെ കിട്ടും, പാലത്തെ പൂച്ചയുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് പൂച്ചനെ ഭയങ്കര ഇഷ്ടമുണ്ടോ. അപ്പൊ എല്ലാവരും പൂച്ചനെ വരും, ഫീഡ് ചെയ്യും. അതുകൊണ്ട് പൂച്ചയ്ക്ക് നല്ല രസമാണ് ഇവിടെ. നമ്മുടെ സ്ട്രീറ്റ് ഡോഗ്സ് ഒക്കെ കാണില്ല നിറയെ നമ്മുടെ നാട്ടിലൊക്കെ. അതുപോലെ നമ്മുടെ എല്ലാ സ്ട്രീറ്റിലും ഇവിടെ പൂച്ചകളുണ്ട്, പല വെറൈറ്റി പൂച്ചകൾ. അളിയാ നല്ല തന്നെയല്ലേ? വെള്ളം സൂപ്പർ സെറ്റ് അടിപൊളി സ്ഥലം. പക്ഷേ ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് വഴുകി കിടക്കുക. മൊത്തത്തിൽ ഒരുമാതിരി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്, സൂപ്പർ വാട്ടർ. അങ്ങോട്ട് പോകണമെന്നുണ്ട്, പക്ഷേ കാല് വഴുകി പോകാൻ പറ്റില്ല, നമുക്ക് വിടുമോ?
കട്ട ഉപ്പാണ് വെള്ളത്തിന്, ഒട്ടുങ്ങിയ തണുപ്പും ഒരു രക്ഷയില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. വെള്ളത്തിൽ ഇറങ്ങി കാലൊക്കെ മരച്ചു പോകും, നമുക്ക് അതിനുള്ളിൽ ഒരു 2 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല. ഇവിടെ ഒരാൾ വെള്ളത്തിൽ ഇറങ്ങി കട്ടയ്ക്ക് നീന്തിയും കയറി വരുമെന്ന് അത് കണ്ടിട്ട് വന്നു നോക്കിയതാ. എൻ്റെ പൊന്നറിയാം, ഇയാളൊക്കെ എന്ത് മനുഷ്യനാണ് ദൈവത്തിനറിയാം, നമ്മളെ കൊണ്ട് പറ്റൂല ബ്രോ. ബോസ്ഫറസിന്റെ ഒരു ചെറിയ കടലെടുക്ക ഫുള്ള് ചൂണ്ടയൊക്കെ ആയിട്ട്. ഇവിടുത്തെ മെയിൻ ആൾക്കാർ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് ആൾക്കാർ വന്ന് ചൂണ്ടിടുന്നല്ലോ. പറഞ്ഞല്ലോ ഈ സിറ്റിയിൽ തന്നെ 18 മില്യൺ ആൾക്കാരുള്ളത്. അപ്പൊ കുറെ ഒരു മെയിൻ ഒരു പരിപാടി കുറെ ആൾക്കാർ വന്ന് ചൂണ്ടിയിടല. അപ്പൊ ചൂണ്ടിയിടുന്ന ഇവിടെ തന്നെ കുറെ പേരുണ്ട്. ഇതിന്റെ അടുത്തൊരു ഗലാറ്റ ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് നോക്കി കഴിഞ്ഞാൽ ഫുൾ ആൾക്കാർ ചൂണ്ടിയിടുകയാണ്. അപ്പൊ മീനൊക്കെ കിട്ടുന്ന നമ്മൾ കണ്ടു. കുറച്ച് കാഴ്ച നമുക്ക് കാണിച്ചു തരാം. From 19th century. We will pass under the bridge. The bridge is from 1974 between 2 continents. And we will keep going up to the second suspension bridge. When we arrive to the second bridge, we will see a castle, a fortress. Rumeli. Rum means Roman, and Eli means hand, Roman hand in English. This fortress was constructed by Ottoman Turks, by Muslims, to conquer the city, to cut the help of Byzantines, to control the Bosphorous. It was constructed in 1452. Thanks to the fortress, Istanbul was conquered by the Ottoman Turks. Later, the fortress was converted to a prison. Now it is an open-air museum. After we see that, we will make a U-turn from this bridge. This is the second bridge from 1988. A little bit longer than the first one. This is 1,090 meters in length. And we go to the Asian side of Istanbul by boat. On Asia, there are 3 main things that we will see. A small fortress called as Anatolian fortress from 14th century. 2 fortresses facing to each other. This is from 14th century. It was also constructed to conquer the city in that time. They couldn't be successful, that's why they built the other one in Istanbul. Later it was converted to a museum again. A small pavilion, a small palace. It was constructed for the Sultan. The Sultan who was living in this palace was coming here to hunt the animals. And then he was taking a rest and relax in that small building. The building doesn't have any bedroom inside. That's why the Sultan was going back to this palace for sleeping, actually. Later this palace as well was converted to a museum. Later we will see this palace, summer palace of the Ottoman Sultan, Beylerbeyi Palace. The last Ottoman Sultans were living here in the summertime. In the afternoon with you, we will come back here by bus after lunch and we will visit this palace. We will see the rooms, the halls and everything. It was also converted to a museum. Later we will come back to here again by boat. On the board, everything is explained in English and Turkish, but just in case, I wanted to show you what we are gonna see. I explained to you. On the board, I will be with you. I will be with her, actually. I will translate her everything in Spanish. We will be together. If there is something that you don't understand on the board, everything will be explained with audio speaker. You can ask me whatever you like. Don't hesitate. We'll be together. We take the boat from here. On the way back, we come back to here. It takes 1 hour 30 minutes. As I mentioned before, on the boat, if you can't see me, don't worry. I will be on the boat. Be careful about the waiter. The waiter gives you everything, as if everything is free, but they are not free. Okay, just be careful. If you want to buy, you buy. All right.
2-3 വലിയ പാലങ്ങളുണ്ട്. പാലങ്ങളുടെ പ്രത്യേകിച്ച് സസ്പെൻഷൻ ബ്രിഡ്ജാണ്, പല കാലഘട്ടത്തിൽ പണിതാണ്. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊരു തൂണ് പോലും ഇല്ല ഇതിൻ്റെ അടിയിൽക്കൂടെ. ഒരുപാട് കപ്പലുകൾ പോകുന്നൊരു ഏരിയയാണ് ബോസ്ഫറസ് കനാല്. നമ്മുടെ സൂയിസ് കനാലൊക്കെ പോലെ ഭയങ്കര ഫേമസ് സാധനമാണിത്. അപ്പം അങ്ങനെ ഒരു ലൊക്കേഷനാണ്. അതെ, അപ്പോൾ നമ്മളിങ്ങനെ ഈ ബോട്ടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ റോമൻ കാസിലും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ മൊത്തം ജെല്ലി ഫിഷാണ്. നമുക്ക് മീനുകളൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ കംപ്ലീറ്റ് ജെല്ലി ഫിഷാണ്. ജെല്ലി ഫിഷ് ഇതിൻ്റെ ഈ ടോക്സിൻ കാരണം ആൾക്കാർ മരിച്ചുവരെ പോകാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ബോട്ടിലുള്ള ഒരു കഫയാണിത്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള സാധനങ്ങൾ, കോഫി, പിന്നെ ഇതുപോലെ ചിപ്സ് സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് മേടിക്കാം. ഇതുപോലത്തെ ഈ ബോട്ടും ക്രൂയിസ് ഷിപ്പും നമ്മൾ കണ്ടിട്ട് കേട്ടിട്ടുണ്ട് ഇതുപോലെ. പക്ഷേ ആദ്യമായിട്ട് അതിനകത്ത് കയറാൻ പറ്റുന്നത് ചെറിയ ക്രൂയിസ് ആണ്. ഇതുണ്ട്, നമ്മുടെ ചിപ്സ് ഒക്കെ ഉണ്ട്. അതെല്ലാം ചോദിച്ചോ. ഇതാണ് അതിന് ഇവിടുത്തെ 10 ലിറയാണ് ഇതിന്റെ പൈസ. അവിടെ ലിറ ഉണ്ട്, ലിറ 20 ലിറ. ഓക്കെ.